മലപ്പുറം പുളിക്കലിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ബസ്സുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. അതിലെ തുടർ പ്രതികരണങ്ങളും ഇന്ന് കണ്ടു. സമാനമായൊരു സംഭവം ലണ്ടനിൽ നടന്നു. അതിലും ഒരു മലയാളി, ഒരു മലപ്പുറത്തുകാരൻ തന്നെ രക്ഷകനായി എത്തി എന്നുള്ളതുമാണ്. ലണ്ടനിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ അപായകരമാം വിധം കുടുങ്ങിയ കുഞ്ഞിനെ സാഹസികമായ ഒരു മലയാളി രക്ഷിച്ച ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി ജസീൽ എന്നയാളാണ് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് രക്ഷപ്പെടുത്തിയത്. ആദ്യം ആ ദൃശ്യം. കൊച്ചുകുട്ടിയാണ്, വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ ആശങ്കയ്ക്കൊടുവിൽ ആശ്വാസം ആണ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ ഈ ജസീൽ, മലയാളിയായ ജസീൽ, മലപ്പുറം സ്വദേശിയായ ജസീൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ജസീൽ, സ്വാഗതം. ലണ്ടനിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏതാണ് സമയമെന്ന് അറിയില്ല, ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഈ ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീ ജസീൽ, കുഞ്ഞ് അവിടെ ഈ അപകടകരമായ നിലയിൽ നിൽക്കുന്നത് കണ്ടത് മുതൽ രക്ഷപ്പെടുത്തിയത് വരെയുള്ള സംഭവങ്ങളൊന്ന് പറയാം. ഞാൻ വർക്കിന് പോകാൻ ഇറങ്ങുന്നതായിരുന്നു. അപ്പോൾ കോളില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോളിലുള്ള ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സൗണ്ട് അവിടെ കേൾക്കുന്നതെന്ന്. അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നതും ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്നതും. ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ചിലര് ഫ്ലാറ്റിലൂടെ തല പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോ അതാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ കുഞ്ഞ് അവിടുന്ന് അങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും മനസ്സിൽ വന്നില്ല. അങ്ങനെ തന്നെ അങ്ങോട്ട് ഓടി. ഞാൻ താമസിക്കുന്നതിന്റെ ഒരു 6 ഫ്ലാറ്റ് അപ്പുറത്തായിരുന്നത്. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കുഞ്ഞ് ഹാങ് ചെയ്ത് കിടന്നിരുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പത്തിന് പോലീസുകാരൻ കൂടെ വന്നു. പോലീസുകാരനക്ക് എന്തോ മറ്റേ സമ്മറായ കാരണം ആ ചൂടിന്റെ ആ ഒരു ഇത് പറ്റാത്ത കാരണം പുള്ളിക്ക് ആ ഹീറ്റ് പറ്റുന്നില്ല തീരെ. അപ്പൊ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് നീങ്ങിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ അങ്ങ് നീങ്ങി നിൽക്കാന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് അത് മനസ്സിലായ കാരണം പുള്ളി എന്റെ അടുത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്തോട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ അടുത്തോട്ട് നിന്നപ്പോ പിന്നെ അപ്പോഴാണ് കൊച്ച് പെട്ടെന്ന് അവിടുന്ന് ഗ്രിപ്പ് വിട്ടിട്ട് താഴോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അപ്പോഴേക്കും പിടിച്ചു. പുറത്തേക്ക് പോകേണ്ടതായിരുന്നു, ദൈവം സഹായിച്ച് പിടിച്ചു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. യെസ്, അത് തന്നെയാണ്. അപ്പോൾ ഈ ജസീൽ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും തന്നെ ഈ പോലീസിന്റെ സഹായം അവിടേക്ക് എത്തിയിരുന്നോ? ഈ കൂടുതൽ ആളുകൾ കാണുകയും ഒരു ആശങ്കയുടെ സാഹചര്യമൊക്കെ ജസീൽ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടായിരുന്നോ? ഞാൻ വിൻഡോയിലൂടെ നോക്കുമ്പോ പോലീസ് ഇല്ല അവിടെ. പോലീസ് താഴെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതാ പിന്നെ അവിടെ ആരും കാണാത്ത കാരണം ഇറങ്ങി ഓടിയത് പെട്ടെന്ന്. അപ്പൊ ഞാൻ പകുതി എത്തുന്നതോടുകൂടി പോലീസ് കൂടെ വന്നു. പിന്നെ പുള്ളി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പോലീസ് ഒരാളെ വന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ താഴെ ആയിരുന്നു. എല്ലാവർക്കും മേലക്കുള്ള ആക്സസ് കിട്ടിയില്ലാന്ന് തോന്നുന്നു. അപ്പൊ പോലീസ് ആ ഫ്ലാറ്റിന്റെ ഉള്ളിലൂടെയാണ് വന്നത്. ഞാൻ പിന്നെ വിൻഡോയിലൂടെ പുറത്ത് ചാടിയിട്ട് അതുവഴിയാണ് ഓടിപ്പോയത്. പിന്നെ അവിടെ ചെന്നപ്പോ പോലീസുകാരനക്ക് അവിടെ ആ ഒരു ഹീറ്റിന്റെ പ്രശ്നമുള്ള തന്നെ, സൺലൈറ്റ് തന്നെ, സമ്മർ അല്ലേ, സൺലൈറ്റിന്റെ ഒരു കുത്തുള്ള കാരണം പുള്ളിക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല ക്യാച്ച് ചെയ്യാൻ. പിന്നെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോ പുള്ളി തന്നെയാണ് എന്റെ അടുത്ത് അങ്ങോട്ട് നീങ്ങി നിൽക്കാനും പറഞ്ഞത്. യെസ്, ആ ഒരു ജീവൻ രക്ഷിക്കാൻ അങ്ങനെയെങ്കിലും ഒരു ഇടപെടൽ അത് സാധ്യമാകുമെങ്കിൽ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം. എന്തായാലും ജസീൽ, ഒരു കാര്യം, നിങ്ങൾ ആ നിൽക്കുന്ന പ്രതലം അത് എന്തായിരുന്നു? അത് സുരക്ഷിതമായിരുന്നോ? എവിടെ നിന്നുകൊണ്ടാണ് ആ കുഞ്ഞിനെ താഴേക്ക് ആ കൈ നീട്ടുന്നത്? ആ സ്ഥലം എവിടെയാണ്? അത് അങ്ങനെ ഒരു സ്പേസ് ഇല്ല അവിടെ. നമുക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. പക്ഷെ കുഞ്ഞ് അതിന്റെ അപ്പുറത്തേക്കാണ് വന്നത്. കുഞ്ഞ് ആ ബോർഡ് അല്ല വീഡിയോയില് കാണുന്നുണ്ടല്ലോ, ആ ബോർഡിന്റെ പുറത്തേക്കാണ് വന്നത്. പിന്നെ പുറത്തേക്ക് കാല് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്ത് വെച്ച കാരണം അങ്ങനെ എടുക്കാൻ പറ്റി കൊണ്ട്. യെസ്, ആ ഒരു ഏത് രീതിയിലാണ് അതിനെ ആ സമയത്ത് കൈകൊണ്ട് എങ്ങനെയാണ് പിടിക്കേണ്ടത്, ആ പോസ്റ്റർ പോലും താങ്കൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായത്. ഒരു കാര്യം, ഈ എത്ര സമയം കുട്ടി ഈ ഒരു അപകടാവസ്ഥയിൽ അവിടെ നിന്നു ജസീൽ? അത് അത്ര സമയം എടുത്തിട്ടില്ല. കാരണം ആ ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ കോളിലുണ്ടായിരുന്ന ആൾ എന്റെ അടുത്ത് പറഞ്ഞത് സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ, അതുവരെ അങ്ങനെ സൗണ്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി സ്കൂളൊക്കെ വിടുന്ന സമയമാണത്. എങ്കിൽ നോർമൽ ക്രൗഡ് സൗണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അത് എനിക്ക് മാക്സിമം ഒരു 10 സെക്കൻഡ് അതുവരെ എത്താൻ സമയം എടുത്തുള്ളൂ. ഞാൻ ഓടി അതുവരെ എത്തിയപ്പോ പെട്ടെന്ന് എത്തി. എങ്ങനെ എത്തിയെന്ന് അറിയില്ല. ഇപ്പൊ ചെന്ന് അങ്ങനെ പോയാൽ അങ്ങനെ എത്തുമെന്നും അറിയില്ല. ആ സമയത്ത് അങ്ങനെ എത്തി.
അതാണ് ഈ റിഫ്ലക്സ് ആക്ഷൻ പോലെ ആ സമയത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഒരു 10 സെക്കൻഡിന്, അതായത് 6 കെട്ടിടം അപ്പുറത്താണ്, സെക്കൻഡുകൾക്കുള്ളിൽ ഓടി എത്തിയല്ലേ? എത്തി. പിന്നെ പോലീസുകാർക്ക് പറഞ്ഞപ്പോ മനസ്സിലായി പുള്ളിക്ക് അത് പറ്റില്ല എന്നുള്ളതേ. പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്ത കാരണമാണ് പുള്ളി അങ്ങോട്ട് മാറി നിന്നതും നമുക്കത് ഇതാക്കാൻ പറ്റിയതും. ജസീൽ കാണുന്നതിനും ചിലപ്പോ കുറച്ചു മുമ്പേ ആ കുട്ടി അങ്ങനെ അവിടെ ഉണ്ടായിരിക്കാം അല്ലേ? അത്രയും സമയം, കാരണം അതൊരു ഹൈ സ്ട്രീറ്റ് ആണ്, അത് ഹൈ റോഡാണ്, ഒരുപാട് ക്രൗഡ് ഉള്ള സ്ഥലമാണേ. അപ്പൊ അത് അത്രയും സമയം എടുക്കൂല, കാരണം എങ്ങനെ ഒരാൾ പോയാലും അതിന് എന്ത് വന്നാലും അത് അറിയും. ഇനി ഒരു കാര്യം കൂടി, ഈ കുട്ടി എന്ത് പ്രായമുള്ളതാണ്? ഈ എന്ത് സാഹചര്യത്തിലാണ് ഇത് അവിടെ എത്തിപ്പെട്ടത്? 3 വയസ്സ് പ്രായം കാണും. അത് എനിക്ക് തോന്നുന്നത് സമ്മർ ആണല്ലോ. സമ്മർ ആവുമ്പോ ഈ ചൂട് വരുമ്പോ വിൻഡോ എല്ലാം ഓപ്പൺ ചെയ്തിടും എല്ലാവരും. ശ്രദ്ധിച്ച് കാണില്ല കൊച്ചു, അത് കളിച്ചോണ്ടിരിക്കട്ടാവും, അതുവഴി ഇറങ്ങുന്നുണ്ടാവും. ഈ കുടുംബാംഗങ്ങളുമായി പിന്നീട് അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം ഉണ്ടായോ ജസീൽ? പിന്നെ പോലീസുകാർ വന്നിരുന്നു, അപ്പൊ അവരായിട്ട് പോയി സംസാരിച്ചു. ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പോലീസും ജസീലുമായി സംസാരിച്ചിരുന്നു. ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനെ അവരെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വേഗം ഞാൻ വന്ന വഴിയെ ഓടിപ്പോവാണ് ചെയ്തത്. എന്താ ഒരു ഞെട്ടലായിരിക്കും സ്വാഭാവികമായും, പക്ഷെ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, എന്തായിരുന്നു അവരുടെ പ്രതികരണം? എന്താണെങ്കിലും പോയത് തിരിച്ചു കിട്ടിയ പോലെ ആവുമല്ലോ. തീർച്ചയായും കൈവിട്ട് പോയില്ലല്ലോ. എന്തായാലും ജസീലിനെ അഭിനന്ദിക്കാതെ വയ്യ. നമ്മൾക്ക് ഇതിൽ അഭിമാനകരമായ ഒരു കാര്യം, ഒരു മലയാളി ഒരു രക്ഷകനായി വന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഇത് കാണുമ്പോൾ ആ രക്ഷാകരം നീട്ടാൻ ആ സമയത്ത് ജസീലിന് തോന്നിയതിന് വീണ്ടും വീണ്ടും നമുക്ക് നന്ദി പറയാനേ കഴിയുകയുള്ളൂ. നന്ദി ജസീൽ, ഈ സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിനും ആ കാര്യങ്ങൾ വിശദീകരിച്ചതിനും. ഇപ്പോൾ മലപ്പുറം മാന്തടം സ്വദേശിയാണ് ജസീൽ, ലണ്ടനിൽ ജോലി ചെയ്യുന്നതാണ്. ജോലിക്കിറങ്ങുന്ന സമയത്ത് കണ്ട ഒരു കാര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുകയും അതൊരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ വഴി